നമസ്കാരം. ഞാനും എൻ്റെ ഭാര്യയും കൂടി കെട്ടിയോളം കൂടിയിട്ട് ഒരിക്കലും എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം എൻ്റെ നാട് മമ്പാട് എന്ന പ്രദേശത്തേക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയുണ്ട് പോകാൻ കേട്ടോ. അങ്ങനെ പോരുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മന്തി കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ വൈഫ് പറഞ്ഞു ഒത്തിരി യാത്ര ചെയ്യാനുള്ളത്, നമുക്ക് മന്തിയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളിയിൽ എത്തിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുധീർ എന്ന് പറയും, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. സുധീർ എന്ന് പറയും, അവൻ്റെ ഒരു മന്തിക്കട ഉണ്ട് അവിടെ, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ, അൽഡ്രീം ഗ്രൂപ്പ് ഓഫ് മന്തീസ് എന്ന് പറഞ്ഞിട്ട്. അൽഡ്രീമിൻ്റെ മന്തി എന്ന് പറയുന്നത് കേരളത്തിലും അതുപോലെ തന്നെ വിദേശങ്ങളിലും സൗദി അറേബ്യയിലും മസ്കറ്റിലൊക്കെ ശ്രീലങ്കയിലൊക്കെ അവർക്ക് ഭയങ്കരമായ ബ്രാഞ്ചസും ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടുത്തെ മന്തി സ്പെഷ്യലാണ്. അങ്ങനെ ഞാൻ ആ മന്തിക്കടയിൽ നിന്ന് കയറിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായി. സുധീർ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങില്ല. അതുകൊണ്ട് നമുക്ക് സുധീർ എവിടെയാണെന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി. അങ്ങനെ സുധീറിനെ വിളിക്കുകയാണ്. വിളിച്ചാൽ സുധീർ മമ്പാടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇല്ലാന്ന് ബോധ്യമായി. അതുകൊണ്ട് നമ്മളവിടെ സുധി നാട്ടിലാണുള്ളത്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമ്മൾ ആരും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി. അൽഡ്രീം മന്തി എന്ന് പറയുന്ന എടപ്പള്ളിയിലെ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഓർഡർ ചെയ്തു, എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മന്തി വേണം, ഞങ്ങൾക്ക് ഒരു ഫുൾ മന്തി വേണം, ഞാനും വൈഫും കൂടെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ മന്തി മട്ടൺ ഓർഡർ ചെയ്തു. അങ്ങനെ മട്ടൺ മന്തി ഓർഡർ ചെയ്ത സമയത്ത് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന രണ്ട് മൂന്ന് ടേബിളിൽ ഫുള്ളാണ്, അവിടെ എപ്പോഴും ഫുള്ളാണ്. 2-3 ടേബിളിലെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ശേഷം വന്ന ആളുകൾ ഓർഡർ ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് മന്തിയൊക്കെ കിട്ടി. അവർ കഴിച്ച് പകുതിയായി മുക്കാലായി, അവർ കഴിച്ച് തീരാറായിട്ടും എൻ്റെ വൈഫിൻ്റെയും ഭക്ഷണം, ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നിട്ടില്ല. ഞങ്ങളും സിമ്പിളായിട്ട് അവരെ പോലെ തന്നെ സാധാ സ്പെഷ്യലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഇതേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം വരാതെ എനിക്ക് ആശങ്കയായി. ഞാൻ നേരെ ഷെഫിനെ വിളിച്ചു. ഞങ്ങൾ ഇവരൊക്കെ ഞങ്ങളെ കൂടെ വന്നാണ്, അവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് പോകാറായി, ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്ത് പിന്നെ എന്താ ഇത്ര ലേറ്റ് ആവണമെന്ന് ചോദിച്ചു. എനിക്ക് കുറച്ചിങ്ങനെ ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് 20 മിനിറ്റ് പറഞ്ഞിട്ട് 45 മിനിറ്റായിട്ട് ഭക്ഷണം കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴേ ഷെഫ് ഉണ്ട്, ഒരു സൂപ്പ്, ഒരു സ്റ്റാർട്ടർ സൂപ്പൊക്കെ ഇട്ട് വരുന്നത്. ഞാൻ സൂപ്പൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെയാന്ന് ചോദിച്ചു. അല്ല സാർ, അത് കുടിക്കും, ഒരു സ്റ്റാർട്ടറാണ്, കുറച്ച് സമയം വൈകുന്നുണ്ടല്ലേ, സോറി, ഭയങ്കര സോറിയൊക്കെ പറഞ്ഞു അയാൾ. ഓക്കെ എന്ന് പറഞ്ഞു. വൈഫും പറഞ്ഞു ശ്രമിക്കുക, ഭക്ഷണം വന്നോളുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു ഒരു 40-45 മിനിറ്റ് ആയപ്പോണ്ട് ഷെഫും അതുപോലെ തന്നെ ഒരുപാട് 2-3 അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് പ്ലാറ്റർ ഫുഡ് ആയിട്ട് ഞങ്ങളുടെ ടേബിളിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ? അല്ല സാറേ, ഞങ്ങളുടെ ഓണർ സുധി നിങ്ങളെ ക്യാമറയിലൂടെ നാട്ടിൽ വെച്ചിട്ട് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫ്രണ്ടും വൈഫുമാണത്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളെ വിടാൻ പാടുള്ളൂ എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഫുഡൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് നിരത്തി വെച്ചു. ഇതൊന്നുമല്ല കഥ എന്താണെന്നറിയോ? ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒത്തിരി നേരം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലൊരു ചെറിയൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്ന ചില സംഗതികൾക്ക് വേണ്ടിയിട്ട് അത്രത്തോളം നമ്മൾ സ്ട്രോങ് ആക്കുന്നതാണ് ആര്? നമ്മളെ പടച്ച തമ്പുരാൻ. അതറിയാം, നമ്മളെ പടച്ച തമ്പുരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയോ, നമുക്ക് വേണ്ടി എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ കുക്ക് ചെയ്തുകൊണ്ട് നമ്മളെ പാകമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പടച്ച ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും നമുക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ എവിടേക്കോ ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത് ഒരുക്കി വെക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കാലതാമസമായിരിക്കും. വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ക്ഷമിച്ച് എത്രത്തോളം നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതൊരു ഗുണം തന്നെയായിരിക്കും ഉണ്ടാവുക. എത്രത്തോളം നിങ്ങൾ ക്ഷമിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല പ്ലാറ്റർ ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയോ കുക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബാക്ക് ബെഞ്ചിൽ ഇരുന്ന സുധി ഇന്ന് വലിയൊരു എന്റർപ്രണർ ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന് മുൻകൂട്ടുള്ള വീക്ഷണവും കൊണ്ട് മൂപ്പരത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി ലേറ്റായ സമയം, ആ സമയം നമ്മൾക്ക് എന്തിനാണ് നമുക്ക് ദേഷ്യം വന്നത്, എത്രത്തോളം നമ്മൾ ക്ഷമിച്ചിരുന്നിട്ടുണ്ടോ അതിന് കാരണം നമുക്ക് ആ ക്ഷമ കൊണ്ട് നമുക്ക് ഇത്രയും വലിയ പ്ലാറ്റർ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്ഷമ എന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലവണ്ണം ക്ഷമിക്കുക, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം ചോദിക്കുമെന്ന് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കുള്ള ഫുഡ് നന്നായിട്ട് നല്ല പ്ലാറ്റർ ഫുഡ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം കുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ഷമിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു. സ്നേഹം മാത്രം.